സിനിമ ഇറങ്ങാൻ പോണതിന് മുമ്പ് നമ്മളൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യും. ഒരു 50 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ്. സെറ്റ്. എന്റെ മാനത്തിലേക്ക് അത്രയും വില ഉണ്ട് കേട്ടോ. എന്റെയും കൂടെ ചേർത്ത്. എങ്കിൽ പിന്നെ ഒന്നും കിട്ടൂല. ഓ നെഗറ്റീവ്. അപ്പൊ സിനിമ ഇറക്കണമെങ്കിൽ അവന്മാർ ഒരു 50 ലക്ഷം രൂപ തന്നേ പറ്റും. അപ്പൊ 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ മോൻ എന്ത് ചെയ്യാം? മോന് പതുക്കെ ഈ രാജ്യം വിടണം. വേറെ രാജ്യത്ത് പോയി അന്തസ്സായിട്ട് അവിടെ ഒരു ബിസിനസ്സും തുടങ്ങി അവിടെ നിന്ന് ഒരു മദാമ ഏതെങ്കിലും വിദേശ ഫോറിൻ കൺട്രീസിൽ പൊയ്ക്കോ. അവിടെ ഒരു മദാമയ്ക്ക് കിട്ടി സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ അവർക്ക് കൂടെ സിനിമ ഇറക്കാം. ഇലയ്ക്ക് മുള്ളിനും കേടില്ല. ഓ എന്റെ നെപ്റ്റ്യൂൺ ചേട്ടോ. നെപ്റ്റ്യൂൺ അല്ല, ക്ലീറ്റോ ചേട്ടാ. അപ്പൊ അത് കലക്കി. ആര് കൊടുക്കുന്ന ക്ലീറ്റോ ഈ പറയുന്നത്? കൊച്ചേ, സ്നേഹം കൊണ്ട് പറയാ. ഈ മനുഷ്യൻ ഇങ്ങനെ ലക്ഷങ്ങളുടെയും കോടികളുടെ ഒക്കെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും കിട്ടാൻ പോണില്ല. അത്രയും വർഷം ജീവിച്ച വെള്ള അനുഭവം കൊണ്ട് പറയാ ഞാൻ. അങ്ങനല്ല, നടക്കും. ആര് നടക്കും? തേരാപ്പാര നടക്കും. ഒന്നുമില്ല. ഈ 50 ലക്ഷം രൂപ മേടിച്ചിട്ട് അതിൽ നിന്ന് 5 ലക്ഷം രൂപ എനിക്ക് അതിന്റെ ഒരു വിഹിതം തരുകയും ചെയ്യും. എണ്ണയും ചെയ്യും. കാണാം നമുക്ക്. കൊടുക്കത്തില്ലേ? അത് കൊടുത്തോ? എന്തായാലും പോവില്ല. ആരോ വന്നിട്ട് കാണണമെന്ന് പറഞ്ഞു. പച്ചമേ തിരക്കിങ്ങനെ ആൾക്കാർ ഒരുപാട് പേര് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. എനിക്ക് ഈ പറയണൊന്നും ചെവി കൊള്ളണ്ട. ഇതിലെ കൂടെ കളഞ്ഞുതരാം. ഞാൻ വന്നിട്ട് ബാക്കി സംസാരിക്കാം. അതെ ഞാൻ കൊടുക്കൂല. എന്റെ കാശ്, എന്റെ മാനനഷ്ടത്തിൽ എന്റെ മാനം വിറ്റുണ്ടാക്കിയ കാശ് അത് മേടിച്ച് എന്റെ ഇപ്പോഴേ തർക്കിക്കണ്ട. 5 കുറയ്ക്കാം. 5 ഞാൻ തരൂല. നിക്കടാ. നീ വീട്ടിനകത്ത് കയറി അടയിരിക്കുകയാണ്. മുതല വിളിച്ച ഫോൺ കൊടുക്കൂല. വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കടാ. എന്നെ കൊണ്ടുപോകാനാണ് മുതലാളി പറഞ്ഞത്. തൂക്കടാ വണ്ടി പറയട്ടെ. ഫോണേ ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ട് ആ ഫോൺ എടുക്കാത്ത. മനഃപൂർവ്വമല്ല. പിന്നെ പൈസ ഞാൻ എത്തിക്കും വന്നു പറഞ്ഞാൽ മതി. കുറച്ച് കുറെ മാസങ്ങളായാലും നീ എത്തിക്കും ഇന്നുവരെ എത്തിയില്ലല്ലോ. ബഹളം വെക്കല്ലേ. പിന്നെ എന്താ അറിയാമോ, അകത്ത് ഗസ്റ്റ് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ബഹളം വെക്കല്ലേ. എന്തോന്ന് ഗസ്റ്റ്? ആദ്യം നമ്മുടെ കാര്യം ഡീൽ ചെയ്തിട്ട് മതി. എന്തോട് പ്രശ്നം? അല്ല ഒന്നുമില്ല. അതെ പിന്നെ 10-25,000 രൂപ വാങ്ങിയിട്ടും 6 മാസമായി ഇതുവരെ ചോദിച്ചിട്ട് തരുന്നില്ല. മുതലാളി വിളിച്ച് ഫോൺ എടുക്കില്ല. മുങ്ങി നടക്കാം. മുതലാളി പറഞ്ഞു ഓരോ പൊക്കി കൊണ്ടുവരാൻ. അയ്യോ പ്ലേറ്റോ ചേട്ടൻ പാവമാണ്. പുള്ളി എന്തായാലും പൈസ തരും. അതെ പുള്ളി പാവമാണ്. പുള്ളി എന്തായാലും പൈസ തരും. പേടിക്കണ്ട, തരും. എന്ന് തരുമെന്നാ അവങ്ങള് പറയണേ. എന്റെ പൊന്നു കൊണ്ടാണ്. ഇപ്പൊ തന്നെ കുറെ മാസങ്ങളായി നിങ്ങൾ പറയുന്നു. 6 മാസമായില്ലേ? പൈസ മര്യാദ അതിന്റെ കൂടെ 2 മാസം വെച്ചു. 3 മാസം നമുക്ക് തരാം. ഞാൻ പറയാം. അതെ ചേട്ടന്മാരെ, അതായത് നിങ്ങൾക്ക് ആകെ 25,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ഒരു 50 ലക്ഷം രൂപയുടെ ഡീലാണ് നടക്കുന്നത്. അഥവാ അത് ഓക്കെ ചേട്ടൻ ഇങ്ങനെ വിട്ട് തന്നു കഴിഞ്ഞാൽ പുള്ളി അത് റെഡിയാക്കി തരിക. 50 ലക്ഷം രൂപ എനിക്ക് കിട്ടുകയും 25,000 അല്ല 50,000 രൂപ അങ്ങോട്ട് തരും. 50 ലക്ഷം? ഞാൻ ഗ്യാരണ്ടി. എനിക്കൊരു കാര്യം, ഈ ഗ്യാരണ്ടി നമുക്ക് കൊണ്ടുപോവാം. എന്നിട്ട് എന്നാണ് 25,000 നീ കൊണ്ടുവരുമ്പോൾ ഈ ഗ്യാരണ്ടി തിരിച്ച് അങ്ങോട്ട് തരാം. ഓക്കെ അല്ലേ? ഏത് ഗ്യാരണ്ടി? എടുത്ത് കയറാവണം. ജനുവരി 16 ശുക്രൻ റിലീസാണ്. അതിന് മുമ്പ് കാശ് കൊടുത്ത് റിലീസ് ജനുവരി 16